പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി തിരുവചന ചിന്തയുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട്, ഒരു മെസ്സേജല്ല, തിരുവചന ചിന്തകൾ മാത്രമാണ്. ആമേൻ. ദൈവവചനം ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ ലഭിക്കുമ്പോൾ കിട്ടുന്നതിനനുസരിച്ച് അത് എഴുതിയെടുക്കുകയും അത് ഇങ്ങനെ ആർക്കെങ്കിലും പ്രയോജനകരമായി തീരുമെങ്കിൽ അത് പ്രയോജനകരമായി തീരട്ടെ എന്നുള്ള വാഞ്ചയോടെ, ദാഹത്തോടെ ഈ തിരുവെഴുത്തുകളിൽ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ദൈവവചനം ചിന്തയുമായി പങ്കുവയ്ക്കുവാൻ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയല്ലോ. അതിന് നന്ദി, സകല മഹത്വവും പുകഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിന് അർപ്പിച്ചുകൊണ്ട്, ചരിത്ര ഭാഷയിലും ചരിത്രകാരന്മാരുടെ ചില ചിന്തകൾ പറഞ്ഞുകൊണ്ട് അടിയൻ്റെ തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരിക്കൽ ചരിത്രകാരനായ കാർലൈൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ലോകത്തിൽ ഒരു ദുഷ്ടൻ്റെ എണ്ണം കുറയും. അടുത്ത ലോഗിനസ് എന്ന് പറഞ്ഞ കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു. ലോഗിനസ് എന്ന കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു: മഹത്തായ ലക്ഷ്യങ്ങൾക്കായുള്ള യത്നങ്ങളിൽ നേരിടുന്ന പരാജയം പോലും കീർത്തീകരണങ്ങളാണ്. മഹത്തായ ലക്ഷ്യങ്ങൾക്കായുള്ള യത്നങ്ങളിൽ നേരിടുന്ന പരാജയം പോലും കീർത്തീകരണങ്ങളാണെന്ന് ലോഗിനസ് എന്ന കർത്തൃദാസൻ പറയുവാനിടയായി. അടുത്തതായിട്ട് കാർലൈൻ വീണ്ടും പറയുന്നു: അസാധ്യം എന്ന് കൂടെ ആവർത്തിക്കുന്നവരിൽ നിന്ന് നല്ല കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ദാനിയേൽ വെബ്സ്റ്റർ ഇങ്ങനെ പറയുന്നു: വിഭവത്തിൻ്റെ കുറവല്ല, അധ്വാനത്തിൻ്റെ അഭാവമാണ് പലപ്പോഴും പരാജയത്തിൻ്റെ കാരണം എന്ന് ദാനിയേൽ വെബ്സ്റ്റർ ഇങ്ങനെ പറയുവാനുണ്ടായി. കൺഫ്യൂഷ്യസ് ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ എന്തെന്നറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് മനുഷ്യൻ എന്നെ അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഖേദിക്കുന്നതിലല്ല, ഞാൻ മനുഷ്യരെ അറിയുന്നില്ലല്ലോ എന്നതിൽ ഞാൻ ഖേദിക്കും എന്ന് കൺഫ്യൂഷ്യസ് പറയുന്നു. ലോർഡ് ബെർലോ ഇങ്ങനെ പറയുന്നു: ഈശ്വരനോട് പിണങ്ങി മതം ഉപേക്ഷിച്ചവൻ മനുഷ്യരോടും പിണങ്ങും. ഷേക്സ്പിയർ ഇങ്ങനെ പറയുന്നു: മനുഷ്യർക്ക് വായിക്കുവാൻ മലർക്കെ തുറന്നിരിക്കുന്ന ഗ്രന്ഥമാണ് മുഖം എന്ന് ഷേക്സ്പിയർ പറയുന്നു. തൻ്റെ സഹായി സർവശക്തനാണെന്ന് ഓർക്കുന്ന മനുഷ്യൻ നിരാശപ്പെടുവാൻ സാധ്യമല്ല. യെശയ്യാ 41:10 ഉത്തരവാക്യങ്ങളുണ്ട്. ജോമി ടൈലർ. അടുത്തതായിട്ട്, ക്രിസ്തു ആദ്യം നിന്നിൽ പ്രവർത്തിക്കട്ടെ, പിന്നീട് നിന്നിൽ കൂടി ക്രിസ്തു പ്രവർത്തിക്കും. ഒരിക്കൽ മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു: സഹനവും സ്ഥിരതയും മലകളെ കൂടെ കീഴടക്കുവാൻ സാധിക്കും. അനേക ചിന്തകന്മാർ പല വിധത്തിൽ പറഞ്ഞത് ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് എഴുതിയെടുത്തതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ
തിരുവചന ചിന്തയിൽ കൂടെ, തിരുവചന അടിസ്ഥാനത്തിൽ കൂടെ ചില 38 ചിന്തകൾ ഓടിച്ചു വാക്യങ്ങൾ പോലെ എഴുതി വച്ചിട്ടുണ്ട്. അത് ഓടിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഒന്ന്, പടയാളികൾ കൂടാരം മാറ്റി അടിക്കുന്നത് പോലെ മരണം എന്നത് ഒരു വിശ്വാസിക്ക് വീട് മാറ്റം മാത്രമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5:1. രണ്ടാമതായിട്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം നിൽക്കേണ്ടതാകുന്നു. 2, അറിയപ്പെടാത്ത ഭാവിക്ക് വേണ്ടി എല്ലാം അറിയുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഭയപ്പെടരുത്. യോശുവ 1:9, യെശയ്യാ 41:10. 3, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയിൽ മറ്റൊന്നിനെയും ഭയപ്പെടുവാൻ ആവശ്യമില്ല. സങ്കീർത്തനം 91:10, യെശയ്യാ 49:15, മത്തായി 28:20. അടുത്തതായിട്ട് നാം കാണുന്നാൽ, യഥാർത്ഥ സ്വാതന്ത്ര്യം നിൻ്റെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുക മാത്രമല്ല, പ്രസ്തുത ദൈവത്തിൻ്റെ നിത്യമായ വഴികളിൽ ആശ്രയിക്കുക തന്നെ ചെയ്യൂ. 125-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഗലാത്യർ 5:1. ഇരുളടഞ്ഞ ലോകത്തിന് ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും വലിപ്പത്തെയും ഉയർത്തിക്കാണിക്കുന്ന ഓരോരോ ചെറിയ ടെലസ്കോപ്പുകളാണ് വിശുദ്ധന്മാർ. യെശയ്യാ 40:12-15, യെശയ്യാ 33:5-6. 6, ദൈവത്തോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് കഴിഞ്ഞകാല ജീവിത വഴികൾ ഇരുളടഞ്ഞിരുന്നതായി അനുഭവപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 5:21 മുതൽ 27 വരെ ഹാനോക്കിൻ്റെ ചരിത്രം പഠിക്കുക. ഒന്നുകൂടെ വായിക്കുക. ഇരുളടഞ്ഞ ലോകത്തിന് ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും വലിപ്പത്തെയും ഉയർത്തിക്കാണിക്കുന്ന ഓരോരോ ചെറിയ ടെലസ്കോപ്പുകളാണ് വിശുദ്ധന്മാർ. യെശയ്യാ 40:12-15, യെശയ്യാ 43:5-6. അടുത്തത് ഇപ്പോൾ വായിച്ചതാണ്. 6, ദൈവത്തോടു കൂടി നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് അവൻ്റെ കഴിഞ്ഞകാല ജീവിത വഴികൾ ഇരുളടഞ്ഞിരുന്നതായിരുന്നു എന്ന് അനുഭവപ്പെടുന്നത്. ഉൽപ്പത്തി 5:21 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ. 6, 7, കുരിശ് ചുമക്കാത്ത ആർക്കും കിരീടം വഹിക്കേണ്ടി വരികയില്ല. ലൂക്കോസ് 9:23-24. വിശുദ്ധന്മാർക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിൻ്റെ പ്രാധാന്യത നിത്യതയിൽ വെളിപ്പെടും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. 9, നിന്നെ മുഴുവനായിട്ട് ക്രിസ്തുവിന് കൊടുക്കുക, അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനുള്ളത് മുഴുവൻ നിനക്ക് തരും. ലൂക്കോസ് 10:27. തിരുവചനം മാത്രം ചൂണ്ടിക്കാണിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 10, ജീവിത പരിവർത്തനത്തിനുള്ള ഏക മാർഗം മാറ്റമില്ലാത്ത ദൈവത്തെങ്കിലേക്ക് മാത്രം നോക്കി ആശ്രയിക്കുക. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. 11, സാക്ഷാൽ ദൈവം നിറവുള്ള ഒരു ക്രിസ്ത്യാനി അവനിലുള്ള വിശ്വാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക മാത്രമല്ല, പ്രത്യുത ലഭിച്ചിരിക്കുന്ന വിശ്വാസം ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 5:44, എബ്രായർ 11:1, മർക്കോസ് 11:24, എബ്രായർ 11:6, തീത്തോസ് 1:13. 12, യഥാർത്ഥമായി ജീവിതത്തിന് രൂപാന്തരം ആഗ്രഹിക്കുന്നവൻ മാറ്റമില്ലാത്ത ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. 13, ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനശാലയായി നമ്മുടെ ശരീരം ആയിത്തീരേണ്ടതാണ്.
റോമർ 12:1-2. 14. മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക മാത്രമല്ല, പ്രത്യുത മറ്റുള്ളവരുടെ സ്വഭാവത്തെയും കൂടി ധന്യമാക്കുവാൻ സാധിക്കും. നിർവ്യാജമായ സ്നേഹം വിശ്വാസികളിൽ ആധ്യാത്മിക ചിന്തകളെ ഉണർത്തുന്നു. കൊലോസ്യർ 3:14, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 13:1-13 വരെയുള്ള വാക്യങ്ങൾ. അടുത്തതായിട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ നാഡി ക്രിസ്തുവിൻ്റെ നാഡിയോടും തൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടും ബന്ധിച്ചിരിക്കുന്നു. ഗലാത്യർ 6:17. 6:14 കൂടെ ചേർത്ത് വായിച്ചാലും നല്ലതായിരിക്കും. ഗലാത്യർ 6:17. യേശുക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അടുത്തതായിട്ട് ഹൃദയത്തിൽ ഉൽപ്പാദിതമായിരിക്കുന്ന എല്ലാ ചിന്തകളും സ്നേഹത്തിൽ മാത്രം വേരൂന്നി വരേണ്ടതാണ്. കൊലോസ്യർ 3:14. അടുത്തതായിട്ട് മനുഷ്യ സ്നേഹത്തിന് പരിമിതിയുണ്ട്, ദൈവസ്നേഹത്തിന് പരിമിതിയില്ല. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4:18. അടുത്തതായിട്ട് ഒരു വിശ്വാസിയുടെ കട്ടതയിൽ ദൈവത്തിന് മഹത്വം കൊടുത്താൽ കട്ടത അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കും. ഒത്തിരി വാക്യങ്ങളുണ്ട്. യോഹന്നാൻ 16:33, ഫിലിപ്പിയർ 1:29, തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3:12. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വാക്യങ്ങളുണ്ട്. യോബിൻ്റെ പുസ്തകം 23:10 ഒക്കെ വായിച്ചാൽ മതി. അടുത്തതായിട്ട് ക്രിസ്തു ദുഃഖിക്കുന്നവർക്ക് ആശ്വാസവും കുറ്റവാളിക്ക് ശുദ്ധീകരണവും ആകുന്നു. യേശു ക്രിസ്തു ദുഃഖിക്കുന്നവർക്ക്, ഗിരിപ്രഭാഷണത്തിലുണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുണ്ട്. ക്രിസ്തു ദുഃഖിക്കുന്നവർക്ക് ആശ്വാസവും കുറ്റവാളിക്ക് ശുദ്ധീകരണവും ആകുന്നു. അടുത്തതായിട്ട് മനുഷ്യൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷിച്ചാൽ ദൈവത്തിൻ്റെ അംഗീകാരം തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടമാകും. ഒന്നുകൂടെ പറയാം, മനുഷ്യൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി നാം ശുശ്രൂഷിച്ചാൽ ദൈവത്തിൻ്റെ അംഗീകാരം തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടമാകും. അടുത്തതായിട്ട് അനുഗ്രഹത്തിൻ്റെ അളവ് എണ്ണും തോറും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അളവും വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഫിലിപ്പിയർ 4:4. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ കൂടെ പറയുവാനുണ്ട്. കട്ടതയുടെ നടുവിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ. കട്ടതയുടെ നടുവിലിരുന്നു കൊണ്ടാണ് പറയുന്നത്. അടുത്തതായിട്ട് സമ്പാദന വ്യാമോഹത്തിൻ്റെ പരക്കം പാച്ചിലിൽ നിന്ന് പിന്മാറി യഥാർത്ഥമായ ആധ്യാത്മിക രൂപാന്തരത്തിൻ്റെ അനുഗ്രഹ സമൃദ്ധിയിൽ ദൈവജനം സർവദാ ആയിത്തീരേണ്ടതാണ്. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 6:10. ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് തിരുവെഴുത്തുകളിൽ കാണുന്നു. അടുത്തതായിട്ട് നന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നത് മനുഷ്യത്വം, എന്നാൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നത് ദൈവത്വം. റോമർ 12:21. യോസഫിൻ്റെ ചരിത്രം തന്നെ എടുത്താൽ മതി. അവിടെ കാണുന്നുണ്ട്, തന്നെ പൊട്ടക്കിണറ്റിലിട്ട് ഒത്തിരി ഉപദ്രവമൊക്കെ ഏറ്റെങ്കിലും താൻ അവിടെ തിന്മ ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ സഹോദരങ്ങൾക്ക് മറ്റുള്ളവർക്കും നന്മ ചെയ്തു. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ആ ഭാഗം നമുക്ക് ചിന്തിക്കാം. നന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നത് മനുഷ്യത്വം, എന്നാൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നത് ദൈവത്വം. അടുത്തതായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതം പരിശുദ്ധാത്മ നിറവിനാലും സ്വർഗീയ ജ്ഞാനത്താലും നിറയപ്പെടേണ്ടതാണ്. കൊലോസ്യർ 3:1-3 വരെ വായിച്ചാൽ മതി. അടുത്തതായിട്ട് ദൈവസമാധാനം
ജീവിതത്തെ ദൈവസമാധാനം ജീവിതത്തെ കരസ്ഥമാക്കുമ്പോൾ സ്വസ്ഥാഭിലാഷങ്ങൾ ക്ഷയിക്കുകയും സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുകയും ചെയ്യും. അടുത്തതായിട്ട്, സമാധാനം കാക്ഷിക്കുന്ന ഒരു വ്യക്തി സർവദാ ശണ്ഠയിൽ നിന്ന് ഒഴിവുള്ളവനാകും. അടുത്തതായിട്ട്, ഫലകരമായ നിലയിൽ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടണമെങ്കിൽ ആഴമായി നാം മുറിവേൽക്കണം. അടുത്തതായിട്ട്, അനുകമ്പ മനോഭാവം മുറിഞ്ഞ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകും. സങ്കീർത്തനം 34:18. അനുകമ്പ മനോഭാവം മുറിഞ്ഞ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകും. നിർവ്യാജമായ ദൈവസ്നേഹം മങ്ങിക്കിടക്കുന്ന ആധ്യാത്മിക ചിന്തകളെ ഉണർത്തിക്കൊണ്ടിരിക്കും. നിർവ്യാജമായ ദൈവസ്നേഹം മങ്ങിക്കിടക്കുന്ന ആധ്യാത്മിക ചിന്തകളെ ഉണർത്തിക്കൊണ്ടിരിക്കും. ദൈവം നല്ലവനും വിശുദ്ധനുമാകയാൽ ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളിലും നന്മയാൽ നിറഞ്ഞത് തന്നെ. റോമർ 12:21, റോമർ 8:28. ജീവിതത്തിൽ യഥാർത്ഥ രൂപാന്തരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സഹായത്തിനായിട്ട് മാറ്റമില്ലാത്ത ദൈവത്തിങ്കലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. ജീവിതത്തിൽ യഥാർത്ഥ രൂപാന്തരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സഹായത്തിനായിട്ട് മാറ്റമില്ലാത്ത ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 121:1. അടുത്തതായിട്ട്, ക്രിസ്ത്യാനിയുടെ സ്വഭാവം സർവദാ ദൈവത്തിൻ്റെ ദിവ്യത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ. അടുത്തതായിട്ട്, വേർപാട് എന്നുള്ളത് ഭൂമിയിലെ വ്യവസ്ഥയും ഒന്നിക്കുക എന്നുള്ളത് സ്വർഗീയ വ്യവസ്ഥയുമാണ്. വേർപാടെന്നുള്ളത് ഭൂമിയിലെ വ്യവസ്ഥയും ഒന്നിക്കുക എന്നുള്ളത് സ്വർഗീയ വ്യവസ്ഥയുമാണ്. അടുത്തതായിട്ട്, വ്യവസ്ഥ പ്രകാരം ദൈവം മുൻപാകെ നിന്നാൽ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹോശേയ 6:11, സങ്കീർത്തനം 53:6, സങ്കീർത്തനം 14:7. ഹോശേയ 6:11 ആ വാക്യം എന്ന് പറയുന്നത് അത് പാപത്തിൻ്റെ കൊയ്ത്തിനെയാണ് ശരിക്കും അവിടെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അതിനെ ഒന്ന് മാറ്റിയിട്ട് 53-ാം സങ്കീർത്തനം 6-ാം വാക്യവും സങ്കീർത്തനം 14:7 പറയുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അങ്ങനെ വ്യവസ്ഥപ്രകാരം ദൈവം മുമ്പാകെ നിന്നാൽ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അടുത്തതായിട്ട്, ക്രിസ്ത്യാദിവാദനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ മാത്രം ആയിരിക്കേണ്ടതാണ്. അതിന് വലിപ്പച്ചെറുപ്പ മനോഭാവം ഉണ്ടായിരിക്കാൻ പാടില്ല. ഫിലിപ്പിയർ 2:1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ.
അടുത്തതായിട്ട് കർത്താവെ, അവിടുത്തെ ശുശ്രൂഷയിൽ പുതിയ സമർപ്പണവും തീരുമാനവും ചെയ്യുവാൻ അങ്ങയുടെ മഹത്വത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ശുശ്രൂഷ അവിടെ ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് ശുശ്രൂഷ പരമേൽപ്പിക്കുന്നത്. ദൈവമാണ് ഒരു ഭക്തനെ വിളിച്ച് വേർതിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുവാനുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചില ആത്മീയ ചിന്തകളിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുകയാണ്. അടുത്തതായിട്ട് വായിക്കുന്നു, വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന സമാധാനത്തിൻ്റെ അളവ് എത്രയോ അത്ഭുതം, അവർണ്ണനീയം. ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നാം യോഗ്യരായി തീരേണ്ടതാണ്. ദൈവം തന്ന ചില ആലോചനകൾ ദൈവവചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഓരോന്നോരോന്നായി എഴുതിയെടുത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടെ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഇത് പറയുന്നത്. ഇത് ജാതിമത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. എല്ലാവർക്കും, ഒരു വ്യക്തിക്ക് മാത്രമല്ല, എല്ലാവർക്കും, വിശ്വാസ കുടുംബങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്ന ഒരു ചിന്തകളാണ്. നാം നമ്മെ തന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ നാം മനുഷ്യമുഖത്തെ നോക്കുമ്പോൾ, ദൈവം ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 6:16-7 പറയുന്നത് പോലെ മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. രമ്യ 17:5 മുതൽ 9 വരെയുള്ള 10 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ആന്തരിക പരിശോധകനായ ക്രിസ്തു, കാരണം നമ്മെ നന്നായി അറിയുന്നവൻ. വിളിയും തെരഞ്ഞെടുപ്പും വിവിധ മേഖലകളിൽ കൂടെയാണ് കിടക്കുന്നത്. ഞാനൊരു അല്പസമയം ദൈവവചന ചിന്തയിൽ കൂടെ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഏകദേശം 30ഓളം പോയിന്റുകൾ പറഞ്ഞു. ഞങ്ങളുടെ 10-40 പോയിന്റോളം പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത്, ഓരോരുത്തരുടെ വിളി, തെരഞ്ഞെടുപ്പ്, അത് വ്യത്യസ്ത നിലകളിലാണ് തിരുവെഴുത്തുകളിൽ കാണുന്നത്. ഒരു ചെറിയൊരു കാര്യമാണ് ദൈവം എന്നെ പരമേൽപ്പിച്ചാൽ, ആ ചെറിയൊരു കാര്യത്തിൽ ഞാൻ വിശ്വസ്തനാണെങ്കിൽ, വിശുദ്ധിയോടെ നിൽക്കുന്നവനാണെങ്കിൽ, അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി ഉറപ്പായിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല. ദൈവം ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉടനീളം കഷ്ടത, മരണകാലം വരെ കഷ്ടതയാണ് കാണുന്നത്. ഞാൻ ദൈവവചന അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ അബ്രാഹാമിന് ആദ്യമായിട്ട് വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത് അബ്രാം എന്ന അബ്രഹാമാണല്ലോ. ഉൽപ്പത്തി 11:26 മുതൽ ഉള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഒന്നുകൂടെ പുറകോട്ട് തിരിഞ്ഞാൽ ഉൽപ്പത്തി 11:25 വരെ ഏകദേശം 2000-2500 വർഷത്തെ ഗ്യാപ്പ് കിടക്കുകയാണ്. ആ 2500 വർഷങ്ങൾക്ക് ശേഷം ദൈവം അബ്രാം എന്ന അബ്രഹാമിനെ വിളിച്ചിറക്കി. അവിടെ 11-ാം അധ്യായം വരെ, 11-ന്റെ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11-ന്റെ 25 വരെ പല കുടുംബങ്ങളുടെ ചരിത്രമാണ്, പല ചരിത്രങ്ങളാണ് കിടക്കുന്നത്. എന്നാൽ 11-ന്റെ 26 മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ചരിത്രമാണ് അവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നത്. അബ്രാം എന്ന അബ്രാമിനെ വിളിച്ച് ഇറക്കി ഉൽപ്പത്തി 12-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ
തനിക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളും 7 വാഗ്ദത്തങ്ങളും വാഗ്ദാനങ്ങളും കൊടുത്ത് ദൈവം വിളിച്ചിറക്കിയെങ്കിലും അബ്രഹാമിന് അന്ന് തുടങ്ങിയ ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 1 യുദ്ധം നടക്കുക. അവിടെ തുടങ്ങിയ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല. ഒരു വ്യക്തി എന്നോട് ചോദിച്ചതും അത് തന്നെയാണ്, എന്നാണ് പാസ്റ്റർ ഈ കട്ടതകളൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞു, നീ ഒരു ഭക്തനാണെങ്കിൽ, നീ ഒരു വിശുദ്ധിയോടെ വേർപാടോടെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ലോകം നമുക്ക് അനുകൂലമായി നിൽക്കത്തില്ല. ഒരിക്കലും ലോകം അനുകൂലമായി, എൻ്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞാൽ ഒരിക്കലും ലോകം നമുക്ക് അനുകൂലമായി നിൽക്കത്തില്ല. എപ്പോഴും പ്രതികൂലമായിരിക്കും. ലോകവും ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും ഫൈറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ട് ഭാരപ്പെട്ട് പുറകോട്ട് പോകേണ്ടവരല്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ, അങ്ങ് ഈ വചനത്തിൽ കൂടെ അവിടുന്ന് അടിയനോട് സംസാരിക്കുവാൻ അടിയൻ എന്താ ഉള്ളത്? ശമൂവേൽ 2 പുസ്തകം 7 അധ്യായത്തിൽ ദാവീദ് എന്ന ഭക്തൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബം എന്തുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരു പഠിപ്പില്ല, 7ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ദുബൈയിൽ നിന്ന് ഷിപ്പിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് 10 വർഷത്തെ ജോലിയും കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വിശ്വാസസ്നാനം സ്വീകരിച്ച് അഭിഷക്തനായ ഒരു കർത്തൃദാസൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് അവിടുന്ന് ദൈവവിളി ഉണ്ടായപ്പോൾ ആ സമയം തന്നെ ജോലി രാജിവെച്ച് ദൈവദാസന്മാരോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് ദുബായ് IPCയിൽ സ്നാനപ്പെടുകയും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയും നേരെ ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അത് ഞാൻ പിന്നെ ഒരിക്കൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്നത് എല്ലാവരും ഓരോരുത്തരായിട്ട് വായ്പ വാങ്ങി എല്ലാവരും എന്നെ കബളിപ്പിച്ചു. വാങ്ങിച്ചവരാരും തിരികെ തരത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ ദൈവകൃപയിലേക്ക് കയറി. ചോദിച്ചിട്ടാരും തരത്തില്ല. അധ്വാനിച്ചുണ്ടാക്കിയ വീടും കൂടും എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തവനായി. പണ്ടൊരാലോചന പറഞ്ഞിരുന്നത് ഞാൻ ഓർത്തു, ഭാഷ അറിയാത്തടത്ത് ഓടിക്കുമെന്ന്. അങ്ങനെ കർണാടകയുടെ പ്രദേശത്തേക്ക് പോവുകയും അവിടുന്ന് കോഴിക്കോടിൻ്റെ പ്രദേശത്തേക്ക് വരികയും അവിടെ നിന്നുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുകയും ദൈവത്തിൻ്റെ അനേകരെ കരം വച്ച് പ്രാർത്ഥിച്ച് അനേകരെ ദൈവവേലയ്ക്കായി നിയമിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ഏകദേശം എല്ലാ ശുശ്രൂഷകളും തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞു. എല്ലാ ശുശ്രൂഷകളും ഏകദേശം ചെയ്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം കട്ടതയില്ല എന്നല്ല. വിശുദ്ധിക്ക് വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ അപ്പോസ്തലന്മാരെ നോക്കിക്കേ, ക്രിസ്തുവിന് വേണ്ടി അവർ നിന്നപ്പോൾ അവരുടെ അവസാനം കട്ടത, എല്ലാവരുടെ ജീവിതത്തിൽ കട്ടതകൾ നിറഞ്ഞതായിരുന്നു. അവർ അതൊന്നും ഗണ്യമാക്കാതെ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കട്ട സഹിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് കട്ട സഹിക്കണമെന്ന്. ഞാനിത് പറയുവാനുള്ള കാരണം, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തന് കട്ടത ഉണ്ട് എന്ന് തന്നെ പഠിപ്പിക്കണം. ഫിലിപ്പിയർ 1:29 നേരത്തെ ഞാൻ പറഞ്ഞു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തു യേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, കട്ടം സഹിപ്പാനും ഞാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു.
119 സങ്കീർത്തനം 67-71 വരുമ്പോൾ, ഞാൻ കട്ടതയിലാകുന്നതിന് മുൻപ് തെറ്റിപ്പോയി, ഇപ്പോഴോ നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം എനിക്ക് ഗുണമായി. എൻ്റെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു ആൻസറുകൂടെ. പാസ്റ്റർക്ക് എങ്ങനെയാണ് ഇത്രയും വചനങ്ങൾ പാസ്റ്ററുടെ കാണാതെ പറയുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ദൈവദാസന്മാർ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ലണ്ടനിലായിരുന്നപ്പോൾ അവിടുത്തെ ദൈവദാസന്മാർ ചോദിച്ചു, ഇത്രയും വചനം എങ്ങനെ കാണാതെ പറയുന്നത്? ഞങ്ങൾ പഠിച്ചിട്ടും ഞങ്ങൾ ഇത്രയും നാൾ ശുശ്രൂഷയായിട്ട് ഞങ്ങൾക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ദൈവദാസന്മാരെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ കോഴിക്കോടിൻ്റെ പ്രദേശത്തേക്ക് വരുമ്പോൾ 325 രൂപ വാടകയ്ക്ക് ഞാനവിടെ ഒരു വീടെടുക്കുകയും അവിടെ പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്തു. അനേകർ കൂടി വന്നു, പ്രാർത്ഥിച്ചു. ഇരിക്കാനിടമില്ല. ഒരു തകര ഷീറ്റിട്ട ഒരു ഷെഡാണ്. ഒരു കടയുടെയും ഒരു അരിയും മുളകുമൊക്കെ പൊടിക്കുന്ന മില്ലിൻ്റെ പുറകിലായിരുന്നു താമസം. ദൈവം എന്നെ താഴെ കൊണ്ടുവന്നു, താഴ്ചയിൽ കൊണ്ടുവന്നു. എന്നാൽ ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ഞാനിത് എന്നെക്കുറിച്ചൊന്നും പറയാറില്ല ഞാൻ ആരോടും. മെസ്സേജിന് സമയം തരുമ്പോൾ 1.5 മണിക്കൂർ തരുന്നവരുണ്ട്, 2 മണിക്കൂർ തരുന്നവരുണ്ട്, 1 മണിക്കൂർ തരുന്നവർ, 3/4 മണിക്കൂർ തരുന്നവരുണ്ട്. ആ സമയങ്ങളിൽ നിർത്തി ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പോലും ഒന്നും പറയാതെ ദൈവവചനം മാത്രം, യൂദായുടെ ലേഖനം 1:1 പറയുന്നത്, 1-2 വാക്യങ്ങൾ പറയുന്നത് പോലെ, ഫിലിപ്പിയർ 1-1 പറയുന്നത്, ക്രിസ്തു യേശുവിൻ്റെ ദാസനായി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർത്തിയിട്ടും മാത്രമേ ഉള്ളൂ. അത് ഇനിയും അതേ ഉള്ളൂ. കാരണം എനിക്ക് ക്രിസ്തുവിനെ ഉയർത്തിയാൽ യേശുക്രിസ്തു എന്നെ ഉയർത്തുമെന്ന് എനിക്കറിയാം. മനുഷ്യരെ ഉയർത്തിയാൽ അവർ ഇന്ന് ദേവനെന്ന് പറയും. അപ്പോസ്തല പ്രവൃത്തി 28-1-6 വരെ നാളെ കുലപാതകനെന്ന് പറയും. അനുഭവ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു ബൈബിള് വാങ്ങിക്കുവാൻ കാശില്ലാതെ ഭാരപ്പെട്ട് ഞാനും എൻ്റെ വൈഫും 3 കുഞ്ഞുങ്ങളും കൂടെ നെല്ലിപ്പൊയ്യൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഞങ്ങൾ 78 മലയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് കടന്നു പോകുമ്പോൾ ബൈബിൾ കയ്യിലില്ല, ഒരു ബൈബിൾ വാങ്ങാൻ കാശില്ല, ആരോടും ചോദിക്കാനില്ല, പലരോടും ചോദിച്ച് ആരും തന്നില്ല. ഞങ്ങൾ ആ മല കയറി. ഹൈന്ദവ സഹോദരങ്ങൾ ഒത്തിരിയുള്ള ഒരു ഏരിയയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവിടെ ഒരു വീട്ടിൽ കയറും. അവരെന്തെങ്കിലും ഭക്ഷണം തരും, അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ വീട് തോറും കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഓടയ്ക്കകത്ത് കിടക്കുന്നു ഒരു ബൈബിൾ. അതിനകത്ത് ടാറ് പുരണ്ട് കിടക്കുക, മൊത്തം ടാറ. ഞാനതിനെ കൊണ്ടുവന്നെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അത് കൊണ്ടുവന്ന് ബ്ലേഡ് കൊണ്ട് അതിനെ വെട്ടിക്കളഞ്ഞ്, ചില ബൈബിളിനകത്തൊക്കെ കയറി അത് വെട്ടിക്കളഞ്ഞ് അതിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ഒറ്റ ബൾബേ ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. ഒറ്റ റൂമേ ഉള്ളൂ. അതിനകത്ത് തന്നെ അടുക്കളയും എല്ലാം അതിനകത്താണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, താഴെ നിന്ന് തുടങ്ങി എന്നെ ദൈവം താഴ്ചയിൽ കൊണ്ടുവന്നു. അവിടെ നിന്നുകൊണ്ട് ആ ബൈബിള് രാത്രി ഭാര്യയും കുഞ്ഞുങ്ങളും ഉറങ്ങുമ്പോൾ ഞാൻ രാത്രിയിൽ അത് ഒരു തുണി കൊണ്ട് മറച്ചു പിടിച്ചിട്ട് രാത്രി മുഴുവനും അവിടെ രാത്രിയിലിരുന്ന് ധ്യാനിച്ച വചനങ്ങളാണ് ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നത്. ഞാൻ എപ്പോഴൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാറുണ്ട്, എവിടെ നിന്നു ഇപ്പോൾ എവിടെ നിൽക്കുന്നു. അവിടെ ഇരുന്ന് ധ്യാനിച്ച വചനങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ
മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. കട്ടതയെന്ന് പറഞ്ഞാൽ വളരെ കട്ടത, ആരും സഹായിക്കാനില്ല. പെന്തക്കോസ്തുകാർ ആരും കണ്ടാൽ തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ അവിടെ അടുത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, കത്തോലിക്ക സഭയിൽ പോകുന്നൊരു അമ്മച്ചിയാണ്. അമ്മച്ചി ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലത് വരും, വല്ല ചക്കയോ അതൊക്കെ കൊണ്ടുതരും. ആരും സഹായിക്കാനില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ പലവട്ടം 1 കിലോ അരി വാങ്ങാൻ കാശില്ലാതെ വെള്ളം തിളപ്പിച്ച്, വെറും വെള്ളം തിളപ്പിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ ചൂടുവെള്ളം കോരി കോരി കൊടുക്കുമായിരുന്നു. ദൈവത്തോട് ഒരു ദിവസം വെളിയിൽ ഇറങ്ങി നിന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു 1 കിലോ അരി ചോദിച്ചു. പക്ഷേ കിട്ടിയതോ 1 ചാക്കരി ആരോ കൊണ്ടുവന്ന് ആ സൈഡിൽ വെച്ചിരുന്നു, ഞങ്ങളുടെ സൈഡിൽ. ആരാണ് എന്താണെന്ന് ഇന്ന് വരെ അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞു, ഇതാ 1 ചാക്കരി ഇരിക്കുന്നു, അപ്പുറത്തെ കടക്കാർ കൊണ്ട് വച്ചിരിക്കുന്നതായിരിക്കും, അവിടെ വയ്ക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടേതല്ല. കടക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടേതല്ല. അയൽവക്കത്ത് മറ്റുള്ള കടകളിലെല്ലാം പോയി ചോദിച്ചു, നിങ്ങളുടെ ആരുടെയെങ്കിലും ആണോ? അല്ല, ഞങ്ങളന്ന് കോഴിക്കോട് പുലിക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചു കൊണ്ടിരുന്നത്. ആരുമല്ല. അപ്പോൾ അപ്പുറത്തൊരു കത്തോലിക്ക സഹോദരൻ, ടോമി എന്ന് പറഞ്ഞൊരു സഹോദരൻ, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്നാണ് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ നിങ്ങളെടുത്ത് ഇത് കഞ്ഞി വെച്ച് കുടിക്ക്, ഇവിടെ ആരും ചോദിക്കാൻ വരാനില്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം കൊണ്ടുവച്ചതാ. എനിക്കന്ന് മനസ്സിലായി, 1 കിലോ അരി ചോദിച്ചപ്പോൾ 1 കിൻഡൽ അരി, 100 കിലോ അരി എൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചിരുന്നു. അതാണ് ഞാൻ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നു എന്നുള്ള ഒരൊറ്റ കാരണം. ഈ അരി തന്നതുകൊണ്ട് മാത്രമല്ല, എൻ്റെ കഷ്ടതയിൽ, എൻ്റെ വേദനകളിൽ കൂടെയിരുന്ന ഒരേ ഒരു ദൈവം നസ്രേനായ യേശു ക്രിസ്തുവാണ്. ഇവിടെയാണ് ജീവിതാരംഭം, ഇവിടെയാണ് വചന പഠനം. തിരുവമ്പാടി സെൻറ്ററിൻ്റെ കൂടെ കുറച്ച് ദിവസം സണ്ണി ജോർജ് എന്ന് പറഞ്ഞ പാസ്റ്ററുടെ കൂടെ IPCയുടെ അതായത് കുറേ നാൾ വർക്ക് ചെയ്തു. ചർച്ചകളിലും അവിടെ ഇവിടെയൊക്കെ പോയി, പുതിയ വേല സ്ഥലങ്ങളൊക്കെ പലയിടങ്ങളിലും പോയി വർക്ക് ചെയ്തു. ദൈവദാസന്മാർക്ക് സപ്പോർട്ടായി നിന്നു. ഞാൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ഒരു 10 പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വെട്ടുകല്ല് ചുമന്നു, പകൽ സമയങ്ങളിൽ വെട്ടുകല്ല് ചുമക്കാൻ പോകും. ലഭിക്കുന്ന സമയങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ വൈകിട്ട് ബൈബിളുമായിട്ട് പോയില്ല എങ്കിൽ ഞാൻ പോയി ഓരോ വീടുകൾ കയറി ഇറങ്ങി. ഞങ്ങൾ സുവിശേഷ 10-26 വർഷക്കാലം ഞങ്ങൾ കോഴിക്കോടിൻ്റെ പ്രദേശത്തുണ്ടായിരുന്നു. 28 വീട് മാറി മാറി ഞങ്ങൾ താമസിച്ചു. പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട് ആരും വീട് തരത്തില്ല. ഇവർ വീട് നശിപ്പിക്കുന്നവരെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വീട് തരത്തില്ല. പക്ഷേ ഞാനിവിടെ ഒരു കാര്യം പറയാം, വേദനയോടെ ഒരു കാര്യം പറയാം. നാം നേരോടെ വ്യവസ്ഥപ്രകാരം നാം നിന്നാൽ ഏത് കഷ്ടതയിലും വെല്ലുവിളികളിലും പലരും പരിഹസിച്ചവരെല്ലാം തിരികെ വിളിച്ചു. ഒത്തിരി നിന്ദകൾ സഹിച്ചു. അവരെല്ലാം വീണ്ടും വിളിച്ചു. എവിടെയൊക്കെ നിന്നുവോ അവിടെയൊക്കെ ആത്മാർത്ഥതയോടുകൂടെ നിന്നു, സത്യത്തിന് വേണ്ടി നിന്നു, നിത്യതയുടെ വെളിപ്പാട് പറഞ്ഞു കൊടുത്തു, കുറവുകളെ വെളിപ്പെടുത്തി. അതുകൊണ്ട് പലരും എന്നെ കൈവിട്ടു. തെറ്റ് കണ്ടാൽ ശാസിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ആ ദൈവവചന അടിസ്ഥാനത്തിൽ
പലരെയും ശാസിക്കുന്നത് കൊണ്ട് പലർക്കും ഇഷ്ടമല്ല. കുഞ്ഞെ, അത് ചെയ്യരുത്. ഞാൻ സൗദിയിൽ ഒരുവനെ പാസ്റ്ററാക്കി. അവൻ തെറ്റുകൾ കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ എനിക്കെതിരെ തിരിഞ്ഞു. അവൻ തിരിഞ്ഞത് മാത്രമല്ല, അവിടെയുള്ള സൗദിയിലുള്ള എല്ലാ ദൈവദാസന്മാരോടും ഇയാൾക്കൊന്നും പറയാനില്ല എന്നെക്കുറിച്ച്. പക്ഷേ ഇയാൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇയാൾ എപ്പോഴും കയറി വരികയാണ്. ഒരു വർഷത്തിലൊരിക്കൽ ചിലപ്പോൾ കയറി ചെല്ലും. ആരെങ്കിലും, എനിക്കന്ന് വിസ തന്നുകൊണ്ടിരുന്നത് ഒരു സൗദിയാണ് എനിക്ക് വിസ തന്നുകൊണ്ടിരുന്നത്. എപ്പോൾ വേണമെങ്കിലും പോകാൻ വരാം. കാരണം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലൊരു വിടുതൽ നടന്നപ്പോൾ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വരാൻ പോയില്ല, ഒന്നും അടിച്ചു മാറ്റാൻ പോയില്ല. എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പലരും അടിച്ചു മാറ്റിയിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എന്ത് പറ്റി, അദ്ദേഹം മുഖാന്തരം എത്രയോ സൗദികളുടെ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്തു. മതം മാറ്റാനല്ല, അവർക്കൊരു വിടുതൽ. യേശുക്രിസ്തുവിൻ്റെ അരികെ കനാന്യ സ്ത്രീ വന്നു. നീ ഏത് മതത്തിൽപ്പെട്ടതാണെന്നൊന്നും ചോദിച്ചില്ല. രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാനും ആലോചന കൊടുക്കുവാനും ഏഴെന്ന അടിയന് കൃപ ചെയ്തു. എന്താ ഇതിന് കാരണം? പലരും പറയും, പാസ്റ്ററെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാനിന്ന് അത് പറയാനായിട്ടുമല്ല. ശരിക്കു പറഞ്ഞാൽ കഷ്ടത അനുഭവിച്ച ദൈവദാസന്മാരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ഞാൻ തീരുമാനിച്ച് ഇത് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ച കുറേ ആത്മീയ ചിന്തകൾ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ. ഇന്ന് എന്നെ കേൾക്കുന്ന അനേക ദൈവദാസന്മാർ കഷ്ടതയിലും വേദനയിലും ഭാരത്തിലും ഇരിക്കുമ്പോൾ ഞാൻ അവരോട് പറയാം, എൻ്റെ അവസ്ഥ ഇതായിരുന്നു. 325 രൂപയുടെ വീട്ടിൽ തുടങ്ങി ദൈവകൃപയാൽ ദൈവം ഇത്രത്തോളം ഉയർത്തി കൊണ്ടുവന്നു. വളരെ ബുദ്ധിമുട്ടുകൾ ഇന്നുമുണ്ട്. എന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ 6 വർഷമായി പഠിപ്പിക്കാതിരിക്കുക. 6 വർഷമായി. കൊറോണയ്ക്ക് ശേഷം അവൻ +2 പാസ്സായി. അവൻ വീട്ടിൽ നിൽക്കുക. ഓരോരുത്തരുടെ സഹായം കൊണ്ടും കരുണ കൊണ്ടും മൂത്തവനെ പഠിപ്പിച്ച് അവൻ്റെ പഠനം പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. മൂന്നാമത്തവനെ ഒരാൾ സഹായിച്ചു. ഓരോരുത്തരുടെ സഹായം കൊണ്ട് അവനെയും പഠിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തു. രണ്ടാമത്തവനെ പഠിപ്പിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആരുടെയും മുൻപിൽ പറഞ്ഞിട്ടുണ്ട് ചിലരോട്, പാനപാത്രവാഹകനോട് യോസഫ് പറഞ്ഞത് കൊണ്ടല്ലേ ഓർത്തത്, എൻ്റെ കാര്യം കൂടെ ഒന്ന് അറിയിക്കണമെന്നല്ലാതെ പാനപാത്രവാഹകന് ദർശനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട്. അവരവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ എന്ന് പറയാം, അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പബ്ലിക്കിൽ പ്രാർത്ഥിക്കാറില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് മുട്ടുമടക്കുമ്പോൾ ദൈവദാസന്മാർക്ക് വേണ്ടി, ദാസിമാർക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും തിരുവചനങ്ങളെ ധ്യാനിക്കുമ്പോഴുമൊക്കെ പ്രാർത്ഥനയല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവം ഉയർത്തിയിട്ട് താഴ്ത്തുന്ന ദൈവമല്ല, താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. അവൻ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി
സിംഹാസനത്തിലിരുത്തുന്ന ദൈവം. രാജാക്കന്മാരുടെ സിംഹാസനത്തിലിരിക്കുവാനും 7 നടിയനും കൃപ കിട്ടി. ഞാൻ പറഞ്ഞത്, ഇത്രത്തോളം മാനിച്ച് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ മധ്യത്തിൽ അവരുടെ മുൻപാകെ ശുശ്രൂഷിക്കുമ്പോൾ, തിരുവചനം പ്രഘോഷിക്കുമ്പോൾ, ദൈവദാസന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് കരയാറുണ്ട്. ഇതിനൊന്നിനും ഞാൻ യോഗ്യനല്ല. എന്നേക്കാൾ പാണ്ഡിത്യമുള്ള, അറിവുള്ള, അനേക ദൈവദാസന്മാരുടെ മധ്യത്തിൽ, ചേട്ടന്മാരായ ദൈവദാസന്മാരുടെ മധ്യത്തിൽ തിരുവചന പ്രഘോഷണമായി നിൽക്കുമ്പോൾ അവർ എന്നോട് കാണിക്കുന്ന സ്നേഹങ്ങൾ, ആദരവുകൾ ഒക്കെ ഓർക്കുമ്പോൾ കരയാറുണ്ട്. ഞാനൊന്നും ഇതുവരെ മറന്നിട്ടില്ല. അനേകർ ഞങ്ങളെ സഹായിച്ചു. എൻ്റെ വീടും എല്ലാം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു. അത് ഒരുവൻ എന്നെ കബളിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത്, എല്ലാവരും ചോദിച്ചു, പാസ്റ്റർ മാത്രം എന്താ ഈ കളിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കള്ളനല്ലാത്തതുകൊണ്ടാണ് എന്നെ കളിപ്പിക്കുന്നത്. ഞാൻ കള്ളനല്ലാത്തത് കൊണ്ട് എന്നെ കളിപ്പിക്കുക. ഞാനെല്ലാവരെയും വിശ്വസിച്ചു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ നല്ലതുപോലെ വചനത്തിൽ കൂടെ വിവേചിക്കും. ഒരു വ്യക്തിയെ നല്ലതുപോലെ വിവേചിച്ച് മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാറുള്ളൂ. നല്ലതുപോലെ വിവേചിക്കും. ആദി കാണുന്ന ദൈവമല്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, തുടക്കം, തുടർച്ച, ഒടുക്കം. തുടക്കം നല്ലതായതുകൊണ്ട് ഒടുക്കം നല്ലതായിരിക്കണമെന്നില്ല. പക്ഷെ തുടർച്ച നല്ലതാണോ എങ്കിൽ ഒടുക്കം നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആരെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, ആരെയും കരയിപ്പിച്ചിട്ടില്ല, ആരെയും കളിപ്പിച്ചിട്ടില്ല, ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. എൻ്റെ ഓർമ്മയായ കാലം മുതൽ ഇന്നുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഒരു ദോഷവും ചെയ്തിട്ടില്ല. കാരണം സർവശക്തനായ ദൈവം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഇത് കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങളെ ആരെയും പ്രീതിപ്പെടുത്താനല്ല. പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞു. അതുപോലെ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അപവാദം പറഞ്ഞതുകൊണ്ട് കർത്താവ് അവിടെ എങ്ങും മിണ്ടാതെ പോയി. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ മിണ്ടാതെ പോകുന്നത്? പ്രതികരിച്ച ആലയത്തിൽ മാത്രം പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ, എനിക്കവിടെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, താൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നു, എന്ത് ചെയ്യാനാണ് തന്നെ ആക്കി വെച്ചത്, ആ ദൗത്യം പൂർത്തീകരിച്ച് വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണമെന്നുള്ള വെളിപ്പാടുണ്ടായിരുന്നത് കൊണ്ട് എന്തെല്ലാം ഘട്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നിട്ടും അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, 53:7 കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു. ആലയത്തിൽ ആടുകളെയും കാളകളെയും, യോഹന്നാന്റെ സുവിശേഷം 2 അവിടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. 17 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അവിടെ പ്രതികരിച്ചതായി കാണുന്നു. എനിക്കെന്ന് നിങ്ങളോട് പറയാനുള്ളത്,
നിങ്ങൾ കട്ടതയിലാണോ, പ്രതിസന്ധിയിലാണോ, വ്യവസ്ഥ പ്രകാരം നിൽക്കണം. വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കൂല. വിലാപങ്ങൾ 3:44. അവരുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം ഞാൻ എന്നെ തന്നെ മേഘം കൊണ്ട് മൂടി മറച്ചു. തമിഴ് ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ നല്ലതാ. അവരുടെ ജപം ഉൾപ്രവേശിക്കാതെ പഠിക്ക് എന്ന് പറഞ്ഞാൽ ഉൾപ്രവേശിക്കരുത്. ദൈവം തന്നെ മൂടി മറച്ചു, മേഘം കൊണ്ട് മൂടി മറച്ചു. അതുകൊണ്ട് കർത്താവെ, നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥനയാകട്ടെ, ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത്, ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ. ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ, ക്രൂശിലെ 7 മൊഴികൾ. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. 24 മണിക്കൂർ മുമ്പ് കുറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിനെ സന്ധ്യയ്ക്ക് പിടിച്ച് പിറ്റേ ദിവസം 3 മണി വരെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അടിച്ച് ശരീരം മുഴുവൻ അടിച്ച് കീറി, അട്ടവാറുകൾ കൊണ്ട് അടിച്ച് കീറി, വെള്ളവും രക്തവും വാർന്നൊഴുകിയ മനുഷ്യൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന 7 മൊഴികളിൽ 1-ാമത്തെ മൊഴി വരേണ്ടത് എവിടെയാണെന്ന് 5-ാമത്തെ മൊഴിയാണ്. എനിക്ക് ദാഹിക്കുന്നു. പക്ഷേ ആ ദാഹം 5-ാം സ്ഥാനത്ത് മാറ്റിയിട്ട് 1-ാം സ്ഥാനത്ത് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുവാൻ, സഹിക്കുവാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ മേൽ പകരട്ടെ. അടിയനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവായ യേശുക്രിസ്തുവിനെ കരയേറ്റിക്കൊണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, ഈ വിശുദ്ധ പകൽക്കാലവും തിരുമുൻപാകെ ഇരുന്ന് തിരുവചനത്തിൽ കൂടെ ചരിത്രകാരന്മാരിൽ കൂടെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ദൈവവചനത്തിന് മുൻപിൽ ആയിരുന്നു കൊണ്ട്, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ദൈവസന്നിധിയിൽ താണിരുന്നു കൊണ്ട്, കർത്താവെ ഒന്നുമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ഈ തിരുവെഴുത്തുകളെ ജനത്തിന് സമർപ്പിക്കുമ്പോൾ, അവരുടെ ഇടയിലെത്തിക്കുമ്പോൾ, ഇത് അനേകർക്കൊരു വിടുതലും കട്ടതയിലിരിക്കുന്നവർക്ക് ആശ്വാസവും, ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും കൊടുത്ത് അവിടുന്ന് മാനിക്കണം എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുന്ന് വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുന്നതോർത്ത് നന്ദി പറയുന്നു. കൊലോസ്യർ 4:2-3, എഫേസ്യർ 6:18-19 വചനപ്രകാരം വായി തുറക്കുമ്പോൾ വചനം നൽകപ്പെടേണ്ടതിനും സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ, വചനപ്രകാരം നിൽക്കുവാൻ, വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കണം. വചനത്തിന് ക്രിസ്തു യേശുവിനോളം പവറുണ്ടെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നു കർത്താവെ, വചനം കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ജാതിമത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാർ, ദൈവദാസിമാർ, കർത്താവെ, സഭയാം കുടുംബങ്ങൾ, വിശ്വാസ കുടുംബങ്ങൾ, സംഘടനാ ഭേദമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കട്ടതയിൽ കൂടെ കടന്നു പോകുന്നവർ, വില്ലേജുകളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, ആമൻ, കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടുവാൻ നിവൃത്തിയില്ലാത്തവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കടഭാരത്തിൽ, വൻകട ഭാരത്തിലായിരിക്കുന്നവരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ വണ്ണം കാത്തുകൊള്ളണമേ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത അനേകരുണ്ട്. അവരെയും അവിടുന്ന് സഹായിക്കണമേ. സഹായകനായ ക്രിസ്തു വ്യക്തികളെ അവിടുന്ന് മുഖാന്തരങ്ങളെ ഒരുക്കി അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നീതി ന്യായം നടത്തത്തക്ക നിലയിൽ അവർക്ക് കൃപ കൊടുക്കണമേ.
മനസാന്തരം കൊടുക്കണമേ. ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:30 പറയുന്നത് പോലെ എല്ലാവരും മനസാന്തരപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് എല്ലാവരും മനസാന്തരപ്പെടണമെന്ന്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർ, കുടുംബങ്ങൾ, മത്സ്യം പിടിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ആമേൻ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങൾ, കൂലിവേലയ്ക്കായി പോകുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും, സമാധാനമില്ലാതെ കഴിയുന്നവർ എല്ലാവർക്കും സമാധാനം കൊടുത്ത് അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കര ദൂരത്തും ചാരത്തുമായി വിവിധ രാജ്യങ്ങൾ ലോകമെമ്പാട് ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാരെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുകുട്ടികളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും. മഹാദൈവം മഹാകാര്യങ്ങളെ ചെയ്യും. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിട്ട് ഡോക്ടേഴ്സിനായി പ്രാർത്ഥിക്കുന്നു, നേഴ്സുമാർക്കായി പ്രാർത്ഥിക്കുന്നു, ചികിത്സിക്കുന്നവർക്കായി ഒരു കൈപ്പിഴകൾ കൂടാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുത്തണം. അങ്ങനെ ചെയ്തതിനായി നന്ദി. എല്ലാ മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. പ്രാർത്ഥന കേട്ടുമല്ലോ, നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.